നമ്മളെ വൈദ്യുത അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായി നമ്മൾ വീടുകളിൽ സ്ഥാപിക്കുന്ന RCCB പലപ്പോഴും നമ്മുടെ കാലനായി വരാതെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. ഹായ് നമസ്കാരം, ഞാൻ ബിജു അർജുൻ, BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ RCCBയുമായിട്ടുള്ള വീഡിയോയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് നമ്മുടെ ജീവന്റെ വിലയാണുള്ളത്. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ RCCBയിലെ തട്ടിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ആ വീഡിയോയെ ഒരുപാട് പേർ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ ചെയ്തു. ഇതായിരുന്നു അന്ന് ഞാൻ തല്ലിപ്പൊളിച്ച് നിങ്ങളിലേക്ക് എത്തിച്ച RCCB. അന്ന് ഈ RCCBയുടെ ബ്രാൻഡ് നെയിം പറഞ്ഞില്ല എന്നതായിരുന്നു എനിക്ക് വന്ന കമന്റുകളിലേറെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇതുപോലെ അപകടകരമായ മറ്റൊരു RCCBയെ കുറിച്ചാണ്. ഇവിടെ ബ്രാൻഡ് നെയിമുകൾക്ക് പ്രസക്തിയില്ല. നമ്മൾ വാങ്ങുന്ന RCCBയുടെ ബ്രാൻഡ് ഏത് തന്നെ ആയിരുന്നാലും അതിന്റെ വർക്കിംഗ് കൃത്യമാണെന്നും സുരക്ഷിതമാണെന്നും ഉറപ്പാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യന്മാരാണ്. ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണവും ഇത് തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ ഒരു RCCB ട്രിപ്പ് പരിഹരിക്കാൻ പോയി. അവിടത്തേക്ക് ഒരു RCCB വാങ്ങുന്നതിന് ചങ്ങനാശ്ശേരിയിൽ തന്നെ ഒരു ഇലക്ട്രിക് ഷോപ്പിലെത്തി ഒരു RCCB തെരഞ്ഞെടുത്തു. RCCBയുടെ ഗുണമേന്മ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. നമ്മളെ സംരക്ഷിക്കേണ്ട RCCBക്ക് 30 mA ട്രിപ്പിംഗ് കറണ്ടാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും അതിന് ISI മാർക്കുള്ള ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് ട്രിപ്പിംഗ് സംഭവിക്കുന്നത് 70 mA. ഏതെങ്കിലും ഒരു അപകട സാഹചര്യത്തിൽ മനുഷ്യ ശരീരത്തിലൂടെ 40 mA കൂടുതൽ കറണ്ട് പാസ് ചെയ്താൽ ആ ജീവന് തന്നെ ആപത്താണ്. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ സ്ഥാപിക്കാനുള്ള RCCB 30 mA ട്രിപ്പിംഗ് സംഭവിക്കുന്നത് ആയിരിക്കണമെന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ RCCBയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും RCCBയുടെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും 30 mA തന്നെയാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് ട്രിപ്പിംഗ് സംഭവിക്കുന്നത് 70 mA. ഈ RCCBയുടെ പ്രവർത്തനക്ഷമത വിലയിരുത്താതെ ഇത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക് ഷോക്ക് കിട്ടിയാൽ അപകടം സുരക്ഷിതം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ വീടുകളിൽ സ്ഥാപിക്കുന്ന RCCB നമ്മളെ രക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന RCCB നല്ലത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. ഇത് ഇലക്ട്രീഷ്യന്മാർ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു RCCB വീടുകളിൽ സ്ഥാപിക്കുന്നതിന് മുമ്പ് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. നമുക്ക് ഓൺലൈനിലും മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു സോക്കറ്റ് എർത്ത് ടെസ്റ്റർ കൊണ്ട് ഇത് ഈസിയായി ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ പല വീഡിയോകളും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാൻ RCCBയെ കുറിച്ച് ഇടുന്ന വീഡിയോകൾക്ക് താഴെ വന്നിട്ട് നെഗറ്റീവ് കമന്റുകൾ ഇടുന്ന ഓരോ ഇലക്ട്രീഷ്യനും ഓർക്കുക, നിങ്ങളെ വിശ്വസിച്ചാണ് ഓരോ വീട്ടുകാരും വർക്കുകൾ ഏൽപ്പിക്കുന്നത്. നിങ്ങളാണ് അവരുടെ വീടുകളിൽ ഒരു RCCB സ്ഥാപിച്ചു കൊടുക്കുന്നത്. ആ സ്ഥാപിച്ചു കൊടുക്കുന്ന RCCB അവരുടെ ജീവൻ രക്ഷിക്കുമെന്നാണ് നിങ്ങൾ പോലും പറയുന്നത്. അപ്പോൾ ആ ഒരു RCCB വർക്കിംഗ് ആണോ എന്ന് ഉറപ്പാക്കി കൊടുക്കേണ്ടതും നിങ്ങളുടെ ചുമതലയാണ്, ഒരു ഇലക്ട്രീഷ്യന്റെ ചുമതലയാണ്. ഈ വീഡിയോയ്ക്ക് താഴെയും ഇലക്ട്രീഷ്യന്മാരായ തലതൊട്ടപ്പന്മാർ വന്ന് കമന്റ് ഇടും, നീ നാട് നന്നാക്കാൻ വന്നിരിക്കുകയാണോ, ഇതൊന്നും ചെയ്തിട്ടല്ല ഞങ്ങൾ ഇത്ര നാളും വർക്ക് ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷെ ഒന്ന് ഓർക്കുക, ആരും വലിയവരൊന്നുമല്ല. നമുക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുക എന്നതാണ് നല്ലൊരു ഇലക്ട്രീഷ്യന്റെ ധർമ്മം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.